ഫാസ്റ്റലിൽ ഉറൂസ് നമുക്ക് വന്നിട്ടുണ്ട്, ഓടിക്കാൻ വന്നിട്ടുണ്ട്. നസ്രി നമ്മുടെ കസ്റ്റമറാണ്, സുഷിൻസ നമ്മുടെ കസ്റ്റമറാണ്, ബാസി നമ്മുടെ കസ്റ്റമറാണ്, വിജയ് യേശുദാസ്, ദിവ്യപിള്ള, ഇവരൊക്കെ നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ്. നമുക്കൊരു എയർപോർട്ടിൽ പോകണം, നമുക്ക് പോയിട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് യാത്ര ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ചാലഞ്ച് ഉള്ളതാണ്, ലൈക്ക് എങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ പോകണോ, അതിൻ്റെ അവിടെ പാർക്ക് ചെയ്തിടണോ, അല്ലെങ്കിൽ ടാക്സി ആയിട്ട് പോകണോ, ഇങ്ങനെയൊക്കെ ചലഞ്ച് വരുന്നതല്ലേ. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു പാർട്ടിക്ക് പോയി, ഇപ്പം ആൽക്കഹോളൊക്കെ ഉള്ളൊരു പാർട്ടിക്ക് പോയി, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഡ്രൈവറിനെ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പ് ഞാൻ ഒത്തിരി യൂസ് ചെയ്യുന്നതാണ്. കേരളത്തിൽ ഒത്തിരി പേരും കൊച്ചിയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് ഡാഫി എന്ന് പറഞ്ഞ ആപ്പ്. സോ അപ്പം ഡാഫിയുടെ കോ-ഫൗണ്ടറായിട്ടുള്ള മണികണ്ഠൻ നമ്മളിവിടെ ഇന്നുണ്ട്. സോ യെസ്, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് മണികണ്ഠൻ. താങ്ക് യു ജെയ്സൺ. എങ്ങനെയാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്? എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം? ശരിക്കും ഡാഫി നോർമലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു പ്രോപ്പർ ഒരു ബിസിനസ് പ്ലാനോടെയും സ്ട്രാറ്റജിയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് വന്നൊരു കമ്പനിയല്ല ശരിക്കും ഡാഫി. ഇൻഫാക്ട് എനിക്ക് ഡാഫി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സ്റ്റാർട്ടപ്പ് എങ്ങനെയായിരിക്കണം, വാട്ട് മേക്സ് സ്റ്റാർട്ടപ്പ് ഡിഫറെൻറ്റ് ഫ്രം അതർ ബിസിനസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ നോളജൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ എത്താനുള്ള കാര്യം എവിടേക്കോ കുറേ ഒരു മാനിഫെസ്റ്റേഷനും പിന്നെ ഇതിൻ്റെ ഒരു ഫൗണ്ടിങ് ടീമിൻ്റെ ഇതിനകത്തുള്ളൊരു കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒരു എഫേർട്ടും ഒരു ട്രസ്റ്റൊക്കെയാണ് ശരിക്കും ഡാഫിനെ ഇപ്പം ഇന്നത്തെ ഒരു രീതിയിലാക്കിയിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഈ ഡാഫിയുടെ ഐഡിയ ഫസ്റ്റ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് ഞാൻ ബികോം സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഇവന്റിന് പോകാൻ വേണ്ടി ആ ഒരു സമയത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു. ജസ്റ്റ് ഒരു കോളേജിൽ നിന്ന് ജസ്റ്റ് ആടി പുറത്തു പോയി നമുക്കൊരു എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് പരിപാടിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയൊരു സംഭവമായിരുന്നു. ബട്ട് ദാറ്റ് ഡാഫി ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രോം ദ ഡാഫി വട്ട് വി ഹാവ് നൗ. അന്ന് ഡാഫി എന്ന് പറഞ്ഞാൽ ഡു എനിത്തിങ് ഫോർ യു, അതായിരുന്നു അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. നമ്മുടെ ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു വെർച്വൽ മോൾ, അതായിരുന്നു അന്നത്തെ കോൺസെപ്റ്റ്. അതായത് ഒരു സിറ്റി വന്നിട്ട് ആ സിറ്റിയിലുള്ള കുറച്ച് മെയിൻ ഷോപ്സിനെല്ലാം കണക്ട് ചെയ്ത് വെർച്വലി ഒരു മോൾ ഉണ്ടാക്കി അവരുടെ പ്രൊഡക്റ്റ് എല്ലാം പെട്ടെന്ന് വീട്ടിലെത്തി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാമാർട്ടിൻ്റെ ഒരു സെപ്റ്റോ. അതെ, ഇതൊക്കെ വരുന്ന മുമ്പുള്ള ഒരു ഇത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഏകദേശം ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയം. ഡാൻസോ ഓൾറെഡി ഉണ്ടായിരുന്നു. ഡാൻസോ വാസ് ഓൾറെഡി ഐ തിങ്ക് ഇൻ തെലങ്കാന പാർട്ടിലൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു വിഷൻ. അപ്പം അന്ന് പരിപാടി മനസ്സിൽ വെച്ചു. സത്യമായി ഇവന് പോകാനും പറ്റിയില്ല. പിന്നെ ബികോം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ തോന്നി എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇത് കാരണം ഇതിനു വേണ്ടി കുറച്ചൊരു വർക്ക് ഒന്ന് എടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു വർക്ക് ബേസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എന്നെ പോലെ തന്നെ പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. എല്ലാവരും വിളിച്ചടാ, ബികോം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവരെ വിളിച്ചാൽ പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ക്യാപിറ്റലൊരു ബേസിക് ക്യാപിറ്റൽ ഞാൻ എങ്ങനെയും കൊണ്ടുവരാം, ബാക്കി നിങ്ങളുണ്ടെങ്കിൽ നമുക്കിത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ കുറേ മോഹങ്ങളൊക്കെ കൊടുത്ത് പയ്യെ എല്ലാവരും വിളിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും കൂടെ പഠിച്ചു. മെറിയൻ കോളേജിൽ ബികോമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സിനെ വിളിച്ചാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലൊരു റെൻറ്റിന് ഹൗസ് എടുത്തു, എല്ലാവരും കൊച്ചി വന്നു. പിന്നെ ഏകദേശം ഒരു 2 years വി സ്പെൻഡ് ഓൺ ദിസ് പ്രോജക്റ്റ്. ഈ ഒരു മോഡലിൽ ഞങ്ങൾ വർക്ക് ചെയ്തു. ആ സമയത്ത് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. അത്യാവശ്യം കുറേ ഓർഡേഴ്സൊക്കെ നടത്തി. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് വാസ് എ ബിഗ് ഫ്ലോപ്പ്. ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അതിന് മെയിൻ കാരണം നമുക്ക് ബ്രേക്ക് ഈവൻ എത്താൻ പറ്റുന്നില്ല. അല്ല, അതിന് ഈ ബിസിനസ് മോഡലിന്റെ പ്രശ്നമായിരുന്നു. അതിന്റെ എന്തായിരുന്നു വലിയ ചാലഞ്ച്? അത് ബിക്കോസ് ഡെലിവറി ഈസ് ആക്ച്വലി റിയൽ നമ്പർ ഗെയിം. അതിന് ഭയങ്കര നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് പ്രോഫിറ്റബിൾ എത്താൻ പറ്റുള്ളൂ. നമുക്കൊരു ട്രാൻസാക്ഷനിൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ബിറ്റ്വീൻ 30 to 50 rupees. ഈ 30-50 ഇടയ്ക്ക് ഒരു എമൗണ്ട് കിട്ടിയിട്ട് അത് വെച്ച് ഒരാളുടെ സാലറി ഇപ്പോൾ ഒരു 15 രൂപ കൊടുക്കണമെങ്കിൽ ഇമാജിൻ ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് വി ഹാവ് ടു കംപ്ലീറ്റ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇൻസ്റ്റാമാർട്ടും സെപ്റ്റോ ഒക്കെ അങ്ങനത്തെ കോൺസെപ്റ്റിൽ നിന്ന് മാറി അവരുടെ തന്നെ ഇൻവെന്ററിന്ന് കൊടുക്കുന്ന പോലെ. പിന്നെയും ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയത് ആ ഒരു സിസ്റ്റം മാത്രമേ. അതായത് ഒരു സ്ഥലത്ത് തന്നെ എല്ലാം നമുക്ക് അവര് മറ്റേ എടുത്തുകൊണ്ട് കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ പിന്നെയും നമുക്ക് ഇത് എങ്ങനെയും ഫീസിബിൾ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ
എൻ്റെ മോഡലിൻ്റെ ഇഷ്യൂ അതായിരുന്നു. ഈ പറഞ്ഞ വേറെ ഷോപ്പിൽ പോയി കണക്ട് ചെയ്യുന്നതാവുന്ന ഈ ഒരു മാർജിനിൽ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഷോപ്പ് കീപ്പേഴ്സും ഇതിൽ അപ്ഡേറ്റഡ് ആവണം, സ്റ്റോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, സ്റ്റോക്ക് അപ്ഡേറ്റ്. അതെ. ഇതിന്റെ വർക്ക് വെച്ച് അതിന്റെ പാളിച്ചൽ പറയുകയാണെങ്കിൽ ഒത്തിരി പാളിച്ചുണ്ട്. ഇതിന്റെ വർക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ലാഭം ഭയങ്കര നഷ്ടമായിരുന്നു. അതുകൊണ്ട് പയ്യെ അത് നമ്മൾ പയ്യെ അതൊരു ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും 2 വർഷം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്നവരാണെങ്കിലും പയ്യെ അവരുടെ സമയം പോകുന്നു. എല്ലാവരുടെയും ഫാമിലി പ്രഷറും പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ കാരണം ചിലർ വേറെ ജോലിക്കും, ചിലർ പഠിക്കാനും, ചിലർ അബ്രോഡൊക്കെ ആയിട്ട് എല്ലാവരും പയ്യെ മാറി പോയി. അപ്പം ഒരു ടൈമിൽ 14 മെമ്പേഴ്സ് അടുത്തുണ്ടായിരുന്നത് പിന്നെ അത് ആൾക്കാർ കുറഞ്ഞൊരു 4 പേരിലോട്ട് ഒതുങ്ങി. ആ 14 ആൾക്കാരും ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിരുന്നു അതോ? അല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡാഫി ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. എല്ലാവരും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ അങ്ങനെ 14 എന്നുള്ള ആൾക്കാർ പോയി പിന്നെ ഒരു 4 പീപ്പിളായി. പിന്നെ അത് പല ആൾക്കാരും പലപ്പോഴായിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ എനിക്കും ഒരു പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായി ഇത് ഒത്തിരി നാൾ പോവുകയില്ല, നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുകയില്ല. അങ്ങനെ ഒരു വെളിപാടൊക്കെ ഉണ്ടായി. അപ്പം ശരിക്കും ആ ഒരു പോയിന്റിലാണ് ഞാനും ഒരു സ്റ്റാർട്ടപ്പ് എന്താണ്, സ്റ്റാർട്ടപ്പ് എങ്ങനെയായിരിക്കണം, ഈ പറഞ്ഞ പോലെ നോക്കുമ്പോൾ ഭയങ്കര ഗ്ലാമറാണ്. അല്ല, അന്ന് സത്യം പറഞ്ഞാൽ ഇത് കുറേ പേര് അറിഞ്ഞിട്ടില്ല. ഡാഫി കുറച്ച് പേര് മാത്രമേ, വളരെ കുറച്ച് പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം ആ ഒരു ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് കുറച്ചും കൂടി സ്റ്റാർട്ടപ്പ് എന്താണ്, സ്റ്റാർട്ടപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പഠിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നൊരു കോമൺ മിസ്റ്റേക്ക് ഇപ്പോഴും ആൾക്കാർക്കുള്ള ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ചെറിയൊരു കട തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് എന്നല്ല എല്ലാവരും കരുതുന്നത്. ഒരു ബിസിനസ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തുടക്കം സ്റ്റേജിനല്ല നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ബിസിനസ് ഒരു സ്റ്റാർട്ടപ്പ് ആവണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നെങ്കിൽ അതൊരു ഇന്നോവേറ്റീവ് ബിസിനസ് ആയിരിക്കണം, ഒരു ഭയങ്കര ഒരു പുതുമ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു പുതുമയുള്ള ഒരു സംഭവമായിരിക്കണം. അല്ലെങ്കിൽ അതൊരു റെവല്യൂഷണറി ബിസിനസ് ആയിരിക്കണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഇന്നോവേഷനായിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മൾ മാനുഫാക്ചറിങ് ഇല്ല, അല്ലെങ്കിൽ ഒരു ടെക് ബേസ്ഡ് ആയിട്ട് നമുക്കൊന്നും ബിൽഡ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെവല്യൂഷനൈസ് ചെയ്യുക, അതായത് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഒരു പുതിയ രീതിയിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ പുതിയ ഒരു പ്രോസസ്സിലേക്ക് മാറ്റിയെടുക്കുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ഈസി ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി സ്റ്റാർട്ടപ്പ് എന്നൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ അതെന്ത് ചെയ്യണം, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ടിൽ കുറച്ച് നാൾ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് വേറൊരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ 4 പേരിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവനെ നമ്മുടെ ബിൽഡിംഗ് ഓണർ ഇച്ചിരി ഒരു പ്രായമുള്ള സ്ത്രീയായിരുന്നു. പുള്ളിക്കാരി ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനും അതേപോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ബന്ധുക്കളുടെ വീട്ടിൽ പോകാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ പോയിട്ട് വരുമ്പോഴൊക്കെ അവനെ ഒരു 1000 രൂപ 800 രൂപയൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു മാസത്തെ ടേൺ ഓവറിനേക്കാൾ കൂടുതൽ അവൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഫസ്റ്റ് ഒരു സ്ട്രൈക്ക് അവിടെ വരുന്നത്. അപ്പം ഈ ഒരു സ്കോപ്പിനെ പറ്റി ഒന്ന് കിട്ടുന്നത്. പിന്നെ അതിനെപ്പറ്റി ഒന്നുകൂടി ഡീപ്പായിട്ട് ആലോചിച്ച് വന്നപ്പം അവനെ ഈ പറഞ്ഞ പോലെ പുള്ളി ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒരു പാർട്ടിക്ക് പോകുന്ന സമയത്ത് അവനുള്ളത് ഭയങ്കര ഒരു സഹായമാണ്. അതെ, അപ്പം അവനുള്ളത് ഭയങ്കര ഒരു സഹായം. അപ്പം അങ്ങനെ ആലോചിച്ചപ്പം അതിൻ്റെ ഒരു സ്പേസ് മനസ്സിലാക്കി. പിന്നെയും അതിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് ഡീപ്പായി ആലോചിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ടാക്സിയുടെ ഒരു കണക്ക് പോലെ തന്നെയാണ് ഇതിൻ്റെ കണക്ക്. കാരണം യൂബർ വരുന്നതിന് മുമ്പ് ഒരു ടാക്സി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ട്രിപ്പിന് മാത്രമായിരുന്നു ആൾക്കാരുടെ മനസ്സിൽ. ഒന്നെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ, കൊടയ്ക്ക് പോകാൻ, അങ്ങനെയൊക്കെ ആ ഒരു വലിയൊരു യാത്രയ്ക്ക് മാത്രമായിരുന്നു ടാക്സി ഉണ്ടായിരുന്നത്. അത് പയ്യെ യൂബർ വന്നപ്പോഴേക്ക് ഇപ്പോൾ പലരവട്ടത്ത് നിന്ന് വൈറ്റില പോകാൻ വേണ്ടി യൂബർ 10 മിനിറ്റിലേക്ക് അതായത് കാർ ടാക്സി വിളിച്ചു തുടങ്ങി. അതേപോലെ തന്നെയാണ് ഡ്രൈവേഴ്സിന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിക്കുന്നത് എന്തെങ്കിലും ലോങ് റൈഡ്സിനും അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇതേപോലെ ഒരു ഒരു അരമണിക്കൂറിലേക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂറിലേക്ക് ഒരു ഡ്രൈവറെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർക്ക് ഒരു ഡ്രൈവറെ കിട്ടുക, ആ ഒരു രീതിയിൽ ആരും ചിന്തിച്ചു. അപ്പോൾ ആണ് ഞാൻ ഈ ഒരു റെവല്യൂഷനൈസ് ചെയ്തെടുക്കാൻ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവന്ന് തുടങ്ങി, ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്നൊക്കെ ഒരു തോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ടിരുന്നു, സംസാരിച്ചു. എല്ലാവരോടും നമുക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, ബിസിനസ് മൊത്തത്തിലൊന്ന് മാറ്റി നമുക്ക് ആപ്പൊന്നും വേണ്ട, ആദ്യം ഒരു കോളിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിലോട്ട് എനിക്ക് നല്ലത്, അതായത് എല്ലാവരുടെയും വിചാരം ഇങ്ങനെ ഒരു ഐഡിയ ഒരു പിവട്ടാണല്ലോ മാറി. അപ്പൊ ഇനി നമുക്ക് ആപ്പ് പെർഫെക്റ്റ് ആക്കണം, എന്നിട്ട് ലോഞ്ച് ചെയ്യാം. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതിനെക്കുറിച്ച് ഏറ്റവും നല്ലത് ഒരു MVP ഫസ്റ്റ് മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അത് എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു മോഡൽ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ആദ്യമേ ചെയ്തത് കോൾ ഓപ്ഷൻ തന്നെയാണ്. ആപ്പൊന്നും ഇല്ലാതെ നമ്മൾ വിളിക്കൂ, നമ്മൾ വരാം, ഫോൺ നമ്പർ എടുത്തു. ആ ഫോൺ നമ്പർ സ്റ്റാർട്ടിങ് വെറും ഫോൺ നമ്പർ മാത്രമേ എടുത്തുള്ളൂ.
പിന്നെ പയ്യെ അത് IVR ആക്കി ആ ഒരു നമ്പറിൽ നമ്മൾ കുറച്ചും കൂടി കണക്ഷൻസ് കൂട്ടി. അതെങ്ങനെ മാർക്കറ്റ് ചെയ്ത് ആ നമ്പർ എങ്ങനെ ആൾക്കാരുടെ എടുത്തോട്ട് മാർക്കറ്റ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ആക്കി വെച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ഡ്രങ്ക് ഡ്രൈവിംഗ് ഒഴിവാക്കുക, പ്രിവെന്റ് ഡ്രങ്ക് ഡ്രൈവിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ മെയിൻ ബാർസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ബാർസ് മാത്രം അവിടെ സ്റ്റാൻഡപ്പ് ബോർഡായിട്ടും ചില ബാറുകളിൽ അവരോട് സംസാരിച്ച് എന്തെങ്കിലും ഒരു ടേബിൾ ടോപ്പ് ആഡൊക്കെ വെച്ച്, അപ്പോൾ അങ്ങനെ കുറെ സപ്പോർട്ടൊക്കെ കിട്ടിയാണ് നമ്മൾ റെസ്പോൺസ് കിട്ടി. കൊച്ചിയിൽ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പയ്യെ ഇതിൻ്റെ ഒരു സ്പേസ് മനസ്സിലാക്കി സ്കോപ്പ് ഉണ്ടെന്ന് നമുക്കും ഒരു ആത്മവിശ്വാസമായി ഇത് ചെയ്യാൻ, മുമ്പോട്ട് ചെയ്യാൻ. അപ്പം അങ്ങനെ ഈ ഒരു എല്ലാവരും ഞാൻ വിളിച്ചു, അതൊന്നും കൂടി നമ്മളൊന്ന് മാറ്റിയെടുത്തു. പിന്നെ ഈ 2 വർഷത്തിനിടയ്ക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഒരു കൊമേഴ്സുകാർക്ക് ഒരിക്കലും ഒരു ടെക് കമ്പനി തന്നെ കൊണ്ടുപോകാൻ പറ്റിയല്ല. അപ്പോൾ വിനിയുടെ CTO, അപ്പം ആദ്യമേ ഒരു CTOനെ നമ്മൾ ഷെയർസ് കണ്ടുപിടിച്ചു. ഈ ഫോൺ നമ്പറിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആപ്പ് വേണം, ഈ CTO വേണം? അല്ല, അത് നമുക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ വിനീഡ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഓപ്പറേഷൻ നടന്നു പോകുന്ന ഒരു സൊല്യൂഷൻ വേണം. അപ്പം അതുകൊണ്ടാണ് ആപ്ലിക്കേഷനിലോട്ട് വരുന്നത്. ഇപ്പം ആപ്ലിക്കേഷൻ ആണ് അറ്റ് ദ എൻഡ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്കെയിൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ കോളിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ ചാലഞ്ചസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈവറെ ട്രാക്ക് ചെയ്യാൻ പറ്റിയല്ല, അല്ലെങ്കിൽ ഒരു വണ്ടി മാത്രം കൊടുത്തു വിടുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കോൾ ഒരു ലോങ് ടേമിലേക്ക് നമുക്കൊരു ഫീസിബിൾ ആക്കി എടുക്കാൻ പറ്റും. ഞാനിത് തന്നെ ഈ സെപ്റ്റോ ഇല്ലേ, സെപ്റ്റോയുടെ സ്റ്റോറി കണ്ടപ്പോഴും ഇവരാദ്യമേ ആപ്പല്ല ഉണ്ടാക്കി. ഒരു കോവിഡിന്റെ സമയത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ലോക്കൽ ഏരിയയിലുള്ള നെയ്ബേഴ്സിനെ വെച്ചിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ആയിരുന്നിട്ട് ഇവർ യങ്സ്റ്റേഴ്സ് ആയിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഇവർ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഇട്ടാൽ മതി, ഇവർ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. അത് വലുതായി അൺകൺട്രോളബിൾ ആയപ്പോൾ ഇവർക്ക് ആപ്പ് അതാണ് അത് ഒരു പോയിന്റ് വരെ നമുക്ക് ഈ ഒരു MVP വെച്ച് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സ്റ്റഡിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്കോപ്പ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്ക് പറ്റും. ഒരു പോയിന്റ് എത്തുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആപ്ലിക്കേഷൻ ആണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൺവീനിയന്റ് വേ നമുക്ക് സ്കെയിൽ ചെയ്യാനും അല്ലെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആക്കി എടുക്കാനായിട്ട്, അതായത് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയും എല്ലാം. അപ്പം അങ്ങനെയാണ്. പിന്നെ അതുകൊണ്ട് ആണ് CTO ഓൺബോർഡ് ചെയ്തു. അപ്പം കുറച്ചും കൂടി ടെക് സൈഡും കുറച്ച് നോളജ് ഉള്ള ഒരാൾ വേണമായിരുന്നു. പിന്നെ ഓപ്പറേഷണലി ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുറച്ച്, അത് മാത്രമല്ല ഫ്രഷേഴ്സും കൂടിയാണല്ലോ. അപ്പം വി നീഡ് സമ്മൺ വിത്ത് എക്സ്പീരിയൻസ്. അങ്ങനെയാണ് അരുൺ ചേട്ടൻ ഒരു ആളെ ഓൺബോർഡ്, കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഇതിനകത്ത് ഓൺബോർഡ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഞാനും പക്ക ട്രെയിൻഡ് ഔട്ട് ആയിരുന്നു ആ സമയമായപ്പോഴേക്കും. അപ്പോൾ ആ ഒരു സമയം അതുവരെ സ്വന്തം ക്യാഷ് വെച്ച് എൻ്റെ ക്യാഷിൽ അതായത് ബേണിങ് നല്ലൊരു ബേണിംഗ് റേറ്റ് ആയിരുന്നു. അപ്പോഴേക്ക് ബേണിംഗ് റേറ്റ് നമുക്ക് സാലറി ഒന്നും ആർക്കും പിള്ളേർക്കൊന്നും അത്രയൊന്നുമില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി വരുന്ന മിനിമം എക്സ്പെൻസ് ഉണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞാണ് പിന്നെ ഒരു ഇൻവെസ്റ്ററെ കണ്ടു. നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരാളായിരുന്നു. പുള്ളിയുടെ അടുത്ത് ചെന്ന് ഒന്ന് പിച്ച് ചെയ്തു, കാര്യങ്ങൾ സ്കോപ്പ് പറഞ്ഞ് മനസ്സിലാക്കി. പുള്ളി ഇതുപോലെ കുറേ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് പരിചയമുള്ള ഒരാളായിരുന്നു. അപ്പം പുള്ളിയുടെ കുറേ ഒരു മെൻറ്റർഷിപ്പും പുള്ളിയുടെ കുറച്ച് അഡ്വൈസൊക്കെ വെച്ച് നമ്മളൊരു പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ ഒരു ഇതിലേക്ക് ആയി മാറി. ഇപ്പം അത് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു എങ്ങനെയുണ്ടായിരുന്നു ട്രാക്ഷൻ? റീസ്റ്റാർട്ട് ചെയ്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ഡാഫി ഡു എനിത്തിങ് ഫോർ യു 1 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് ഡാഫി ഇപ്പോൾ പുതിയ രീതി നമ്മൾ 1 മാസം കൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. എത്ര ഓർഡേഴ്സ് പെർ മന്ത്? നമ്മളിപ്പോൾ 3000 അടുത്ത് നമ്മൾ മന്ത്ലി കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ഈ ആപ്പ് അതിൽ സഹായിക്കുന്നുണ്ടോ? യെസ്. അതായത് ഓൾറെഡി ഡ്രൈവർ ആപ്പ് ആണ് ബേസ് ഇപ്പോഴത്തെ ഓപ്പറേഷൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. സോ ഡ്രൈവേഴ്സ് ഓൾ ഹാവ് ആപ്പ്. അതായത് ഡ്രൈവറിന് ഒരു ആപ്പ് ഉണ്ട്, കസ്റ്റമറിന് ആപ്പ് ഉണ്ട്. കസ്റ്റമർ ആപ്പ് നമ്മൾ കുറച്ചും കൂടി പുഷ് ചെയ്ത് വരുന്നുള്ളൂ, പക്ഷെ ഡ്രൈവേഴ്സിന്റെ ഓപ്പറേഷൻ ഫുള്ള് ആപ്പിലൂടെ പോകും. അപ്പോൾ ഡ്രൈവേഴ്സിന്റെ ലോഗിൻ അവരുടെ ട്രാക്കിംഗ്, അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു റൈഡ് എടുക്കുമ്പോൾ പ്രോസസ്സ്, ഫോട്ടോ എടുക്കലും കാര്യങ്ങളെല്ലാം അതെല്ലാം ഡ്രൈവർ ആപ്പിലൂടെ നടന്നു പോകുന്നത്. അപ്പോൾ അതാരും കാണുന്നില്ല, എല്ലാവരും അതെ ഇങ്ങനത്തെ ബിസിനസ്സുകൾക്ക് കസ്റ്റമർ ആപ്പും കാണും, ഈ പറഞ്ഞ ഈ മെർച്ചന്റോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ആൾക്ക് കസ്റ്റമറെ ഫോക്കസ് ചെയ്ത് നമുക്ക് 2 ക്രൈറ്റീരിയ ഫോക്കസ് ചെയ്യാനുണ്ട്. ഒന്ന് കസ്റ്റമറെ ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാനുണ്ട്. കസ്റ്റമറെ ഫോക്കസ് ചെയ്യുമ്പോൾ ഓർഡർ ടേക്ക് ചെയ്യാനും അതേപോലെ തന്നെ ലൊക്കേഷൻ എടുക്കാനും ഒക്കെ ആയിട്ടാണ് ആ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഡ്രൈവേഴ്സിൻ്റെ ആപ്പിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഡോക്യുമെൻറ്റ് കളക്ഷൻ, അതേപോലെ തന്നെ ഈ പോകുന്ന വണ്ടിയുടെ ട്രാക്കിംഗ്,
നമുക്കിപ്പം ചില റൈഡ്സിലൊക്കെ കസ്റ്റമർ വണ്ടി മാത്രം കൊടുത്തു വിടുമ്പോൾ അവർക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടണം, അവരുടെ വണ്ടി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്. ഉണ്ട്. അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ഇപ്പം ഇതൊരു പുതിയ സർവീസാണ്. ഇപ്പോൾ ട്രഡീഷണലി എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രൈവേഴ്സാണ്, അവർക്ക് പേഴ്സണൽ കണക്ഷൻ കാണും ആ ഡ്രൈവേഴ്സുമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ട്രസ്റ്റ് കൊണ്ടുവരുന്നതിനുള്ള സ്റ്റെപ്സ് എന്താ? ഇപ്പോൾ ഒരാൾക്ക് ഒരു ഡ്രൈവറിനെ അറിയാവുന്നൊരു ഡ്രൈവറിനെ മാറ്റി പെട്ടെന്ന് റാൻഡം ആയിട്ടുള്ള ഒരു ഡ്രൈവറിനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇത് കാണുമല്ലോ, അത് നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? നമ്മുടെ ഡ്രൈവർ ഓൺ ബോർഡിങ് പ്രോസസ് ഈസ് എ ബിഗ് പ്രോസസ് ആക്ച്വലി. കാരണം ആദ്യമേ ഒരു ആൾ വന്നു കഴിയുമ്പോൾ ഒരാൾക്ക് ഡ്രൈവറായിട്ട് ഓൺ ബോർഡ് ആവണമെങ്കിൽ ആദ്യമേ അയാൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പുള്ളിയുടെ ബേസിക് ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിലേക്ക് സബ്മിറ്റ് ചെയ്യും. അതൊരു വെരിഫിക്കേഷൻ നമ്മുടെ ബാക്ക് എൻഡിൽ നിന്ന് കഴിഞ്ഞ ശേഷം അവരെ വിളിക്കും. വിളിച്ച ദിവസം അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിലൂടെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ റെസ്പോൺസ് റേറ്റും അതെല്ലാം നമ്മൾ നോക്കും. എങ്ങനെയാണ് പുള്ളി പ്രതികരിക്കുന്നത്, പേഷ്യൻസ് ഉള്ള ഒരാളാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ പാസ്സായ ശേഷം അടുത്തത് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ടും 2 വണ്ടി ഓടിച്ച് നോക്കിയിട്ട് രണ്ടിലും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പിന്നെ ബാക്കിയുള്ള ഗ്രൂമിങ് സ്റ്റേജും കാര്യങ്ങളെല്ലാം കൊടുത്ത്. അപ്പോൾ ഇത്രയും ഒരു ലോങ് പ്രോസസ്സ് കഴിഞ്ഞാണ് ഒരാളുടെ ഡാഫിൽ ഓൺബോർഡ് ആവുന്നത്. ഗ്രൂമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂമിംഗ് എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കണം, ഇപ്പം ഒരാൾ സിഗരറ്റ് വലിച്ചിട്ട് വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടിക്ക് അത് സിഗരറ്റിൻ്റെ മണം വരും. ഇങ്ങനെ അവർ പോലും ഒരു സാധാരണ ഒരാൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇച്ചിരി ഡ്രങ്ക് ആയിട്ടുള്ള കസ്റ്റമറെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെ പ്രായമുള്ളവരെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എല്ലാത്തിനും കുറച്ചും കൂടി ട്രെയിൻഡ് ആയിരിക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം. ഇപ്പം നമുക്ക് വണ്ടി ഓടിയിൽ മാത്രമല്ല ഡാഫി നോക്കുന്നത്. ഡാഫി നോക്കുമ്പോൾ അതെ അതിനകത്ത് ആ ഒരു കൊണ്ടുപോകുന്ന യാത്രയിലുള്ള കൺവീനിയൻസ്, കസ്റ്റമർ കൺവീനിയൻസ് എത്രത്തോളം അത് ബെറ്റർ ആക്കാമെന്ന് നമ്മൾ നോക്കും. അപ്പം ഇതിനെല്ലാത്തിനും കൂടി ട്രെയിൻഡ് പ്രൊഫഷണൽസിനാണ് നമ്മൾ ഇപ്പം ഡാഫിക്കകത്ത് ഉള്ളത്. അല്ലാതെ അപ്പോൾ ഇത്ര ഒരു ലെങ്തി പ്രോസസ്സാണ് ഇതിനകത്ത് ഓൺബോർഡ് ആവുക എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇതുപോലത്തെ ബിസിനസ്സിൽ എപ്പോഴും പ്രശ്നമുള്ളതായി, ഇപ്പം ഒരു പ്രാവശ്യം ഡ്രൈവർ വന്നു അവർ ആ കസ്റ്റമർ ഡ്രൈവറായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അതെ അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഡാഫിയിൽ വരുന്നില്ല. കാരണം ഡാഫിയിൽ വി ഹാവ് ദ ഓപ്ഷൻ ടു സേവ് ദ ഡ്രൈവേഴ്സ്. നമുക്ക് ഡാഫിയിൽ ആപ്പിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. ഒരു ഡ്രൈവർ വന്ന് ഇഷ്ടപ്പെട്ട് ഞാൻ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സേവ് ചെയ്ത് നെക്സ്റ്റ് ടൈം വെൻ ദേ നീഡ് എ റൈഡ്, ഇഫ് ദ ഡ്രൈവർ ഇസ് അവൈലബിൾ ദേ ക്യാൻ കോൾ ദ ഡ്രൈവർ. ഓക്കെ. അല്ലെങ്കിൽ ഇതിനകത്ത് ഡാഫി ഇല്ലാണ്ട് പോയി കഴിയുമ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ട് നമ്മുടെ കമ്പനി സപ്പോർട്ടും കാര്യങ്ങളെല്ലാം അതെല്ലാം ട്രാക്കിങ്ങും എല്ലാം നമുക്ക് ഇതിലൂടെ പറ്റുള്ളൂ. പിന്നെ ഈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതെ ഫെയറിൻ്റെ കേസാണെങ്കിലും അല്ലെങ്കിൽ വണ്ടി ട്രാക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ പോലും ഡ്രൈവർ മാത്രമല്ല, ഇതാകുമ്പോൾ ഒരു കമ്പനി മൊത്തത്തിൽ ഇടപെട്ട് കൂടെ ഉണ്ടാവും ആ സമയത്ത്. അപ്പം അപ്പോൾ ആ ഒരു സേഫ്റ്റിക്ക് എപ്പോഴും ഇതാണ്. ഇപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ഇതായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. ഒരാളെ ഇഷ്ടപ്പെടുക ചിലപ്പോൾ കംഫർട്ടബിലിറ്റി അങ്ങനെയായിരിക്കും, ബട്ട് വി ഹാവ് ദ ഓപ്ഷൻ. നമ്മൾ ഡിഫറെൻ്റ് ആകുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. ആ ഡ്രൈവേഴ്സിനെ സേവ് ചെയ്യാം. സോ അവർ അവൈലബിൾ ആണെങ്കിൽ ഇതാക്കാം. ഇപ്പോൾ ഡ്രൈവേഴ്സിൻ്റെ അടുത്തുള്ള ഇതാണ്, ഡ്രൈവേഴ്സിനും കുറച്ചും കൂടി റിസ്ക് ഫ്രീ ആണ് ശരിക്കും. അവരുടെ കമ്മീഷനും കൂടുതലാണ്. അപ്പം നമ്മളൊന്നും ഒത്തിരി ഒരു ലാർജ് കമ്മീഷൻ ഇടുന്നില്ല. അപ്പം നമ്മളെ വെട്ടിച്ചു പോകേണ്ട ഒരു ആവശ്യം അവർക്കും വരുന്നില്ല. പക്ഷെ ഞാൻ ഡാഫി ഉപയോഗിക്കുന്ന ഒരു ആളാണ് ഒത്തിരി. ഇപ്പം കൊച്ചി ട്രാവൽ ചെയ്യണമെങ്കിൽ ഇവിടെ കോട്ടയത്ത് നിന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പം ഈവൻ ഇവിടെയും ഊബർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ വരുന്നുണ്ട് ഊബറോ, അല്ലെങ്കിൽ ഞങ്ങൾ അല്ലാതെ ടാക്സി വിളിക്കും. അതിനെ കഴിഞ്ഞ് എല്ലാത്തിനെ കഴിഞ്ഞും ചീപ്പർ ഓപ്ഷൻ ഡാഫിയാണ്. സോ അപ്പോൾ അവിടെ ഒരു നിങ്ങളൊരു ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്, അതായത് ഡ്രൈവർമാരുടെ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ടാക്സി ഡ്രൈവേഴ്സിൻ്റെ, ബിക്കോസ് ഇപ്പം ഊബറൊക്കെ ഇവിടെ വരുമ്പം അവർക്ക് പറ്റത്തില്ല, ഈ യൂണിയനും കാര്യങ്ങളൊക്കെ അവരെ തടയും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഇതുവരെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ യൂബർ ടാക്സിക്കാർ നമ്മുടെ ഒരു ഇതായിട്ട് വരുന്നില്ല, ശരിക്കും ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നില്ല. സാധാ ഡ്രൈവേഴ്സ് ഇപ്പം ഇച്ചിരി മെച്ചേർഡ് ആയിട്ടുള്ള ട്രഡീഷണലി 10-20 വർഷമായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്നവരില്ലേ, അവരൊരു ഇങ്ങനെ ഫ്രിക്ഷൻ എന്തെങ്കിലും? ഇല്ല, എന്നാലും ആ ഇഷ്യൂസ് ഇല്ല. അതിനകത്ത് ഈ യൂബറിനൊക്കെ ഇഷ്യൂസ് വരാൻ കാര്യം മെയിൻ റേറ്റ് ആണ്. അവരുടെ റേറ്റ് തമ്മിലുള്ള വേരിയേഷൻസ് ഒക്കെയാണ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് റേറ്റിലാണ് പോകുന്നത്, അപ്പോൾ ഒരിക്കലും അതൊരു വേരിയേഷൻ വരുന്നില്ല. ഈ വേരിയേഷനാണ് ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പോലെ സാധാരണ ഒരാളൊരു ഓട്ടോ ഓടുന്നതിനേക്കാളും കുറവ് യൂബർ ഓട്ടോ ചെയ്യുമ്പോൾ അത് സാധാരണ ഒരു ഓട്ടോ ഓടുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല.
ഫെയർ കറക്റ്റായിട്ട് നമ്മളൊരു ഡീസൻറ്റ് ഫെയറിലാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു മാർക്കറ്റ് ഫെയർ നോക്കി നമ്മൾ സെറ്റ് ചെയ്തിരിക്കും. അത് ഇപ്പോൾ യൂബർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു മെയിൻ ഇഷ്യൂ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഒരു ശരിക്കും ഇഷ്യൂ ആയിട്ട് കോർട്ട് കേസിലായിട്ടുണ്ടെന്ന്. ഈ പറഞ്ഞാൽ ഫെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഐഫോണിൽ റേറ്റ് വന്നു, ഐഫോണിൽ കൂടുതൽ വന്നു, ആൻഡ്രോയിഡ് കുറവാണ്. അപ്പം അങ്ങനത്തെ ഇഷ്യൂ ഇവരെങ്ങനെയാണ് ഫെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്ത് ബേസ്ഡ് ആണ് ഒന്നും കസ്റ്റമർ ആയിട്ട് പോലും കൺവേ ചെയ്യുന്നില്ല ഇവർ. അവിടെയാണ് നമ്മൾ ഡ്രൈവറായിട്ടും അതേപോലെ തന്നെ കസ്റ്റമറായിട്ടും നമ്മൾ ഫെയറിൽ ഭയങ്കര ഓപ്പൺ ആണ്. ഫസ്റ്റ് 1 hour ഇങ്ങനെ ഫസ്റ്റ് ബാക്കിയുള്ള എക്സ്ട്രാ മിനിറ്റ്സിന് ഇങ്ങനെ ഇതിന്റെ അത് കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണ്. ഇതിന്റെ പെർസെൻറ്റേജ് നമുക്ക് എത്ര, കസ്റ്റമേഴ്സ് എത്ര, ഇതും കമ്മ്യൂണിക്കേറ്റ് ആണ്. സോ ആ ഇഷ്യൂസ് നമുക്ക് വരുന്നില്ല. പിന്നെ നിങ്ങൾ ഈ പിവറ്റ് കഴിഞ്ഞു, നിങ്ങൾ ഗോ ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാറുകളിൽ ഇത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഈ 3000 റൈഡ്സ് പെർ മന്തിലോട്ടുള്ള ഒരു ട്രാക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ്, ഒരു മാർക്കറ്റിംഗ് ആംഗിൾ മാത്രം നോക്കുമ്പോൾ? നമ്മുടെ ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എപ്പോഴും ഡ്രങ്ക് ഡ്രൈവിംഗ് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫോക്കസ്ഡ് അതായിരുന്നു. കാരണം നമ്മൾ സർവീസ് അങ്ങനെ ഒരു മെസ്സേജ് വിട്ടപ്പോൾ നമുക്ക് ഈവൻ പോലീസിൻ്റെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ഒരു സഹായമോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കിട്ടിയോ? ലൈക്ക് ഒരു എങ്ങനെയെങ്കിലും അതൊരു നല്ല കാര്യമാണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു ഹെൽപ്പായിട്ടൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പം ഏതൊരു സർവീസ് ആണെങ്കിൽ, ഇപ്പോൾ ഡ്രൈവിംഗ് സർവീസ് ആണെങ്കിൽ മൊത്തത്തിൽ മാർക്കറ്റ് ചെയ്യുന്നേക്കാളും നല്ലത് നമുക്ക് എപ്പോഴും മാർക്കറ്റിങ്ങിൽ നമുക്കൊരു പൊസിഷനിങ് കൊണ്ടുവരുന്ന എപ്പോഴും നല്ലതാണ്. ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു കമ്പനിയാണെന്നുള്ള രീതിക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് മാർക്കറ്റിൽ. അപ്പം അങ്ങനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും ഒരു ഡ്രങ്ക് ഡ്രൈവിംഗ് ഒഴിവാക്കൂ എന്നുള്ളൊരു ആ ഒരു വേർഡിനെ ബേസ് ചെയ്ത് നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബാർസ് ഫോക്കസ് ചെയ്തു. കൊച്ചിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബാറായിട്ടും നമുക്ക് അസോസിയേഷൻ ഉണ്ട്. അത് കൂടാതെ ഈ പറഞ്ഞ DJ പാർട്ടീസ്, DJ ഇവൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാ ഇതായിട്ടും നമ്മൾ ഇതുണ്ട്. അവരുടെ വാലേ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലസ് അവരായിട്ട് ടൈപ്പ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അവരുടെ ഒരു കുറച്ചും ഡിസ്കൗണ്ട് റേറ്റിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ അൺനോയിങ്ലി ഓർ അൺനോയിങ്ലി നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി ലൈഫ്സും സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെ. ശരിക്കും ഇപ്പൊ കുറെ പേര് ഡാഫി വിളിക്കുമെന്ന് പറയുന്നത്, ഒരു ഡ്രൈവറെ വിളിക്കുമെന്നുള്ള പേരുമായിട്ട് ഡാഫി വിളിക്കുക. അത് പ്രത്യേകിച്ച് കൊച്ചിയിൽ എനിക്ക് അതൊരു ഇതായി വന്നു. അപ്പം ഒത്തിരി നല്ല കാര്യമാണ് അത് ശരിക്കും. അതായത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും, ഞാൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുറേ കണ്ടു, അതൊക്കെ എങ്ങനെയുണ്ട് അട്രാക്ഷൻ? മാർക്കറ്റിംഗ് വേറെ ഒരു ഇതിലോട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തരുന്നൊരു മാർക്കറ്റിംഗ് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സായിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. ഈ പറഞ്ഞൊരു ബാറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ടേബിൾ ടോപ്പ് ആഡൊക്കെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് മാർക്കറ്റിംഗ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് വേസ് ഐ തിങ്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അത് നല്ലൊരു ട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് റഷ് വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഈ കാണുന്ന ഹോർഡിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും നമുക്കൊരു അത്രയ്ക്കും ഒരു അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വിടുന്ന അത്രയ്ക്കും ഒരു ട്രാക്ഷൻ തന്നിട്ടില്ല. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് വേ ടു മാർക്കറ്റ് നൗ. ഓക്കെ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ ഒരു ഐഡിയൽ കസ്റ്റമർ ആരാ? ഈ പ്രായമുള്ളവരാണോ അതോ ചെറുപ്പക്കാരനാണോ? ആരാ ഇത് കണ്ടുപിടിക്കുന്നത്? അതായത് ഡാഫി ഇപ്പോഴും കണ്ടുപിടിക്കുന്ന സ്റ്റേജ് ആണല്ലോ കുറേ പേര്. ആരാ ഇത് കണ്ടുപിടിക്കുന്നത്? അവർ വേറെ ആൾക്കാരോട് പറഞ്ഞാണ്? ആരാ നിങ്ങളുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ? നമുക്ക് ഐഡിയൽ രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ബാർ എന്നുള്ള കസ്റ്റമേഴ്സ്, ഈ ഡ്രങ്ക് ഡ്രൈവിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഐഡിയൽ കസ്റ്റമർ. അതേപോലെ അത്യാവശ്യം നല്ല പ്രായം ഉള്ള ആൾക്കാർ, അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനും അവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഡാഫിനെ കുറിച്ച്? കാരണം അവർ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണണമെന്നില്ലല്ലോ. അല്ല, കൂടുതലും ആൾക്കാരും കണ്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് റീച്ച് പോയത്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്. പിന്നെ നമുക്ക് കുറേ ഗുണങ്ങളായിരുന്നു. ഇപ്പം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ ഇത് പയ്യെ കയറി വന്നു ഒത്തിരി. ഇത് വേർഡ് ഓഫ് മൗത്ത് വഴിയാണ്. അതെ. വേറെ ഇപ്പോൾ ഒരു യൂസറിനെ റീറ്റെയിൻ ചെയ്യാനോ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്നുണ്ട്? റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും. നമ്മളെ ഒരു എന്തെങ്കിലും കാരണങ്ങളാൽ നമ്മളെ യൂസ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് യൂസ് കുറച്ചെന്നുള്ളത് നമ്മൾ നോക്കും. അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കുറവുകൾ എന്താണ്, നമുക്ക് എവിടെയാണ് പിഴവുകൾ ഉള്ളതെന്ന് നമുക്കും കൂടി മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വിളിച്ചു നോക്കിയിട്ട് അതിൻ്റെ ജെന്യൂനിറ്റി അനുസരിച്ച് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കും നമ്മൾ. പക്ഷെ കൂടുതലും ആൾക്കാരും നമ്മൾ ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സ്ഥലം മാറി പോയതുകൊണ്ടോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തതുകൊണ്ടോ കൂടുതലും വരാറ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും അവർക്ക് ഒരു റിട്ടൻഷൻ മാർക്കറ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്ത് പോകുന്നുണ്ട്.
ഇപ്പം സാധാരണ ഇപ്പം ഇങ്ങനൊരു ഇപ്പം മണികണ്ഠൻ കോളേജ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉള്ളപ്പോഴാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ ഇങ്ങനെ ഇപ്പം അങ്ങനെ ഇരിക്കുന്ന പിള്ളേർ ഒത്തിരി പേരുണ്ടല്ലോ, അവർക്ക് എന്താ ലൈക്ക് അവർക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ഒന്ന് എന്തൊക്കെയായിരിക്കും ആദ്യമേ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന സ്റ്റാർട്ടപ്പിൻ്റെ എവിടുന്ന് ഈ ഐഡിയാസൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും അവർ ആദ്യമേ ചെയ്യേണ്ടത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ? ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ഉദ്ദേശം നമുക്ക് ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഈ സ്റ്റാർട്ടപ്പായി ഒരു സംഭവം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കഫേയോ അങ്ങനെ അല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു തോട്ട് വ്യത്യാസം, അത് നമ്മൾ ചെയ്യുന്ന പോലെ അല്ല ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഉദ്ദേശം നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്കെയിൽ ചെയ്യണം. പിന്നെ അതിനുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ആവണമെങ്കിൽ ഒന്നെങ്കിൽ അതൊരു ഇന്നോവേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു റെവല്യൂഷനൈസിങ് ബിസിനസ് ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഏതൊരു കാറ്റഗറി പെടുന്ന ഒരു സംഭവം ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫൈൻഡ് ചെയ്യുന്ന സംഭവം നമുക്ക് വളരെ പൈസ കുറഞ്ഞ രീതിയിൽ അതിൻ്റെ ഒരു സ്കോപ്പ് നമുക്ക് അളക്കാനും കൂടി പറ്റുവാണെങ്കിൽ, സ്കോപ്പ് അളന്നിട്ട് അത് പിന്നെ നമുക്ക് കുറച്ചും കൂടി എഫോർട്ട് ഇട്ട് ചെയ്തു വരുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഐഡിയാസ് കിട്ടുമ്പോൾ കേരളത്തിൽ അങ്ങനെ നിന്ന് ചെയ്തതായിട്ട് ഒത്തിരി സ്റ്റാർട്ടപ്സ് അങ്ങനെ വരുന്നതായിട്ട് ഉണ്ട്. റാങ്കിങ്ങിൽ ഇപ്പോൾ ഇന്ത്യയിൽ നല്ല സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉള്ളത് കേരളത്തിൽ ആണ്. പക്ഷെ എന്നാലും എല്ലാവരും ബാംഗ്ലൂരാണ് ആദ്യമേ ലോഞ്ച് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു നോഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു. ഇപ്പം ഈവൻ ഫ്രഷ് ടു ഹോം ഇവിടുത്തെ സ്റ്റാർട്ടപ്പാണ്. എനിക്ക് തോന്നുന്നു അവർ ലോഞ്ച് ചെയ്തത് മേ ബി ബാംഗ്ലൂരാണോ, അവരുടെ ഹെഡ് ഓഫീസ് ഐ തിങ്ക് ബാംഗ്ലൂരാണ്. അങ്ങനത്തെ ഇപ്പോൾ എല്ലാ ഈവൻ ഊബർ ആണെങ്കിലും സെപ്റ്റോ ആണെങ്കിലും ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലും ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് ഇവിടെയൊക്കെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം മണികണ്ഠന്റെ ഡാഫി ആണെങ്കിൽ കൊച്ചിയിലാണ്, പിന്നെ അതുകൊണ്ട് കോട്ടയം, ട്രിവാൻഡ്രം. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ഉള്ളതുകൊണ്ടാണോ അതോ? അല്ല, അത് ഒന്ന് നമ്മുടെ കൺവീനിയൻസിനകത്തൊരു ഭയങ്കര പാർട്ടാണ്. നമുക്ക് അത് എവിടെ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടപ്പ് അറ്റ്മോസ്ഫിയർ നോക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഒരു കൺവീനിയൻസ് നോക്കണം. നമുക്ക് എവിടെ പോയി നിൽക്കാൻ പറ്റും, നമുക്ക് എവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സൗകര്യം ഇതിനകത്തൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം കൊച്ചിയാണ്. പിന്നെ നമുക്ക് ഒരിക്കലും ബാംഗ്ലൂരിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും പക്ഷെ കൊച്ചിയിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒത്തിരി സ്റ്റാർട്ടപ്പ് സപ്പോർട്ടിംഗ് ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഒരു 7 lakhs rupees അടുത്ത് KSU നിന്ന് കിട്ടി, ഗവൺമെന്റ് ഗ്രാൻഡ് ആയിട്ട് കിട്ടാം. അതെങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് യങ്സ്റ്ററിന് അതെങ്ങനെ കിട്ടാം? KSUവിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ ചെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനകത്ത് പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻഡ് ഉണ്ട്. നമുക്കൊരു ഐഡിയ മാത്രം ഉണ്ടെങ്കിൽ പോലും അവർ സപ്പോർട്ട് ചെയ്യും. അത്രയും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയ ഗ്രാൻഡ് എന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എനിക്ക് 2 lakhs അടുത്ത് കിട്ടും. അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയിൽ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർ കമ്മിറ്റി ആകുമ്പോൾ അവർ വിളിക്കും. കമ്മിറ്റിയിൽ നമ്മൾ നമ്മുടെ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവർ അതിൽ കൺവിൻസ്ഡ് ആണ്, അവർക്ക് അതിനകത്തൊരു ഹോപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തൊരു ഈ പറഞ്ഞ ഒരു ഇന്നോവേഷനോ അല്ലെങ്കിൽ ഒരു പുതുമ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ അത് സാങ്ഷൻ ചെയ്ത് തരും അവർ നമുക്ക്. ഇതേപോലെ ഐഡിയ ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻഡ് ഉണ്ട്. ഞങ്ങൾ മേടിച്ചത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ അതിന് 7 lakhs ആണ് വരുന്നത് മാക്സിമം. ഞങ്ങൾക്ക് 7 തന്നെ കിട്ടി. പിന്നെ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, 15 ഒരു സ്റ്റേജ് ഉണ്ട്, അത് സ്കെയിലിംഗിൻ്റെ ഇതായിട്ട് വരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒന്ന് അവൈൽ ആയി പിന്നെ നമുക്കത് അടുത്തല്ലേ പറ്റിയത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടുള്ള ഏരിയയാണ് ഈ ഫണ്ട് റൈസിങ്. ഇപ്പം നമുക്ക് ഐഡിയ കാണും, ചിലപ്പോൾ ഇങ്ങനെ ഗ്രാൻഡ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഫണ്ടില്ലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നത്? അതിൻ്റെ ഒരു ഒന്ന് പറയാമോ എങ്ങനെ? ഇപ്പോൾ സീഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും, അതിൻ്റെ സ്റ്റേജസ് ഒക്കെ ഒന്ന് പറയാമോ? ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ അത് കുറേ പേർക്ക് എനിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ കൊളാറ്ററലും ആവശ്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. ശരിക്കും ഡാഫി അല്ല എൻ്റെ ഫസ്റ്റ് വെഞ്ചർ. എൻ്റെ ഞാനൊരു ഷോപ്പ് ഇടുക ചെയ്തു. അപ്പോൾ ആ ഷോപ്പിലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫണ്ട് എടുക്കുന്നത് മുദ്ര ലോണിൽ കൂടെ. അപ്പം അതും ഈ പറഞ്ഞ പോലെ കൊളാറ്ററൽ എന്ന ആവശ്യമില്ലാതെ നമ്മൾ ഈ നല്ലൊരു പ്രൊജക്റ്റ് നല്ലൊരു പ്ലാനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്ത് നമുക്ക് കിട്ടും. എവിടെ എങ്ങനെ പ്രസന്റ്? ബാങ്കിൽ ഏത് ബാങ്കിൽ? മുദ്ര ലോൺ ഞാൻ SBI എടുത്ത് SBI പോവുക അവിടെ ചെന്ന് പറയാം നമുക്ക് ഈ മുദ്ര ലോൺ നോക്കാൻ വേണ്ടിയാണ്. അതൊരു CC അക്കൗണ്ട്, ലോൺ അക്കൗണ്ട് അല്ല അത്. CC അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ബാലൻസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് അവിടെ SBI അക്കൗണ്ട് ഇല്ലെന്ന് വെച്ചു. എനിക്ക് ഞാൻ അവിടെ പോകുന്നു, ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറയാം. തുടങ്ങണം, അതിന് ഇത്ര രൂപ വേണം. അപ്പോൾ എൻ്റെ അവിടെ ഒരു ഓപ്പൺ ആവും അക്കൗണ്ട്, അവിടെ ഓപ്പൺ നെഗറ്റീവ് ആവും.
അല്ലല്ല അങ്ങനെയല്ല, ഓപ്പൺ ആവും. ആദ്യമേ നമ്മൾ ഇത് പ്രോജക്റ്റ് പ്ലാൻ കൊടുക്കണം. ഇതിനകത്ത് കുറേ പ്രോസസ്സുകളുണ്ട്. കൊളാട്രൽ ഇല്ലെന്നെങ്കിലും നമ്മൾ എന്തിനാണ് പൈസ എടുക്കുന്നതെന്നുള്ള ഒരു അവരെ കൺവിൻസ് ചെയ്യണം. അതിൻ്റെ ഒരു 5 year പ്രൊജക്ഷൻ വേണം. ഇത് നമ്മൾ മാത്രം പറഞ്ഞ പോലെ ഇതൊരു CA കൊണ്ട് നമ്മൾ സൈൻ ചെയ്യണം. അങ്ങനെ കുറേ വർക്ക് ഉണ്ട് അതിനകത്ത്. ആ ഒരു വർക്കിലെല്ലാം കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് നമുക്കൊരു CC അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. CC അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് -10 lakhs വരെ എടുക്കാവുന്നത്. ഇപ്പം എനിക്കൊന്ന് ഇപ്പം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ എനിക്ക് 20 lakhs ആയിട്ടുണ്ട് ലിമിറ്റ്. 20 lakhs വരെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ പ്രൊജക്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടോ അതോ? അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് CC നെഗറ്റീവ് ബാലൻസ് ആണ്. അത് ലോൺ പോലെ ഒരു വലിയ എമൗണ്ട് വരത്തില്ല. അപ്പം അതിന് ചെറിയൊരു ഇപ്പം 10 lakhs ഏകദേശം 8,000 rupees 9,000 rupees അടുത്ത് ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതി. അങ്ങനെ അത് 5 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം അങ്ങനെയാണ്? ഇല്ല, നമുക്കത് വർഷം റിന്യൂ ചെയ്ത് പോവുകയാണ്. റിന്യൂ ചെയ്ത് നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പം അത് ഒരു ഓപ്ഷൻ. ഞാൻ പറഞ്ഞു ഫണ്ട് റേസിംഗ് ആണ് നമ്മുടെ ടോപ്പ്. ഫണ്ട് റേസിംഗിൽ നമുക്കിപ്പം ഇങ്ങനത്തെ ബിസിനസ് ആണെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് രീതിയിൽ നമുക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് നോക്കാം. ഗ്രാൻഡാണ് ഏറ്റവും നല്ലത്. കാരണം തിരിച്ചടക്കേണ്ട പൈസ അല്ല അത്. ഇക്വിറ്റിയും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ഗ്രാൻഡാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. അത് KSU നിന്ന് വരുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ട്. അതെ. അപ്പം ആദ്യം ഇതിന് മുമ്പ് നമ്മൾ KSU യൂണിക് ID എടുക്കാനുണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ യൂണിക് ID എടുക്കാനുണ്ട്. ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് ഇത് രണ്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നിന്നും ഇതുപോലെ ഗ്രാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കിട്ടി രണ്ടാമത് നമുക്ക് ഇവിടെ തന്നെ ലോൺ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അടുത്ത് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കൊളാട്രൽ ഇല്ലാതെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ കേരള ഫിനാൻസ് KFC എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവമുണ്ട്. അപ്പോൾ KFCയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അവിടെയും കൊളാട്രലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫണ്ട് റേസിംഗിന്റെ ഓപ്ഷൻ ബാംഗ്ലൂർ മാത്രമല്ല, ഇവിടെയും ഉണ്ട്. അതെല്ലാം ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യാത്ത ഓപ്ഷൻസ്. ഇക്വിറ്റി അത് ലോൺ ആയിട്ട് വരും. നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന 1 year മൊറട്ടോറിയം കിട്ടും. മൊറട്ടോറിയം കഴിഞ്ഞിട്ട് 1 year പൈസ സ്റ്റാർട്ട്. അതായിരിക്കും ഇതിനെക്കുറിച്ച് ആൾക്കാർ അത്ര സംസാരിക്കുന്നില്ല. എല്ലാവരും മറ്റേ അല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച്. ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതലും. അത് ഇതിനൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആദ്യമേ എന്താണെങ്കിൽ സീഡ് ക്യാപിറ്റൽ എടുക്കുമ്പോൾ ഒരു ഇഷ്യൂ നമ്മൾ നല്ല ഡൈലൂഷൻ പോകേണ്ടി വരും. സീഡിൽ നമ്മൾ കാരണം ജസ്റ്റ് ഒരു ഐഡിയ മാത്രമല്ല, ഏതൊരു ഇൻവെസ്റ്റർ വന്നാലും അവർ അത്യാവശ്യം നല്ലൊരു സ്റ്റേക്ക് ചോദിക്കും അവർ. നമുക്കും ഒരു MVP ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കും ഒരു എന്തെങ്കിലും ഒരു സ്കോപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് സംഭവം കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ഒരു സ്റ്റേക്ക് നമുക്ക് വേണമെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഐഡിയ മാത്രമായിട്ട് പോകുന്നേക്കാളും നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു MVP ആയിട്ട് മിനിമം വയബിൾ പ്രൊഡക്റ്റായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ സീഡ് റൗണ്ട് ഞങ്ങൾ സീഡ് റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ 2 ഇൻവെസ്റ്റ്മെൻറ്റും കൂടി എടുത്തു. 2 ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ഇനിയിപ്പം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കി, സ്കോപ്പ് ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഒരു നല്ല പ്രൊഡക്റ്റ്, ഒരു ബേസിക് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഇനി ഓപ്ഷൻ ഇത് ബെറ്റർ ആക്കുക, സ്കെയിൽ ചെയ്യുക. ഈ 2 മാത്രം നമ്മൾ മുമ്പിൽ വരുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ബെറ്റർ ആക്കി സ്കെയിൽ ചെയ്യാനുള്ള പ്ലാൻസാണ് മുമ്പോട്ടുള്ളത്. എന്താണ് അടുത്ത ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഡാഫിയിൽ നിങ്ങൾ കാണുന്ന വിഷൻ? ഒരു 2 to 3 years എത്രയും പെട്ടെന്ന് എല്ലായിടത്തും യെല്ലോ അലേർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ ലോഗോ യെല്ലോ കളർ, എല്ലായിടത്തും യെല്ലോ കൊണ്ടുവരിക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി മൊബൈൽ ആപ്പിലോട്ട് ആക്കുക. അതെ. എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ട്, ലൈക്ക് ഓൾ കേരള ആക്കുക അങ്ങനെ? ഇല്ല, നമുക്ക് നമ്മളൊരു മേജർ സിറ്റീസ് മാത്രമേ നമുക്ക് കവർ ചെയ്ത് വരുന്നുള്ളൂ. ഇപ്പം ട്രിവാൻഡ്രം, കാലിക്കറ്റ്. ഇതാണ് ഇപ്പോൾ ഫ്രണ്ടിലുള്ള 2. പിന്നെ മാർക്കറ്റിംഗ് രീതിയിൽ എന്തെങ്കിലും ഇങ്ങനെ ഇതുണ്ടോ, വിഷൻ ഉണ്ടോ? ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മാത്രമായിരുന്നല്ലോ? അല്ല, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നോർമലായിട്ട് നമ്മൾ ചെയ്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഒക്കെ. അതൊന്നും ഇപ്പം ഒരു ഓപ്ഷൻ അല്ല ശരിക്കും. സോഷ്യൽ മീഡിയ എന്നുള്ളത് എനിക്കൊന്നും ജെയ്സന് ഏറ്റവും കൂടുതൽ അറിയായിരിക്കുമല്ലോ. അത് സോഷ്യൽ മീഡിയ ചെയ്യുക, ഒരു കമ്പനി സോഷ്യൽ മീഡിയ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ല. ഓപ്ഷനായിട്ട് എടുക്കുവാണെങ്കിൽ അത് ഒരു നല്ലതല്ല. കമ്പനിയുടെ ഒരു പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് വാല്യൂവിന് നല്ലതല്ല. ഇപ്പൊ ആരാണ് പണ്ട് ഫോൺ എടുത്ത നേരെ ഗൂഗിൾ ചെയ്യുമെങ്കിൽ ഇപ്പൊ അതേ സ്പീഡിൽ തന്നെയാണ് ഇൻസ്റ്റ ചെയ്യുന്നത്. ഞാൻ ഈയിടെയായിട്ട് അത് ഇപ്പം ഞങ്ങൾ ബഹ്റൈനിൽ പോയപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ
എനിക്ക് ഭയങ്കര ഒരു ട്രെൻഡ് തോന്നിയതെന്ന് വെച്ചാൽ അവരെല്ലാവരും, ഞാൻ സാധാരണയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് വെബ്സൈറ്റ്, ഞാൻ വെബ്സൈറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രൗസർ ഓപ്പൺ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നിങ്ങളുടെ ID പറഞ്ഞെന്ന്. ലക്ലി ഞങ്ങൾ അതും കുഴപ്പമില്ലാതെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഇംപ്രഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ബാക്കിയെല്ലാം ഇപ്പം ചില ബിസിനസ് ആൾക്കാരുടെ ഒരു തോട്ട് എന്ന് വെച്ചാൽ എനിക്ക് എന്നതിന് ഇൻസ്റ്റാഗ്രാം, അതുവഴി എനിക്ക് ഒത്തിരി റീച്ച് കിട്ടത്തില്ല, അതുവഴി എത്ര സെയിൽ കിട്ടും, അങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ യൂസ് ഉണ്ട്. ഇപ്പോൾ വെബ്സൈറ്റ് എന്തിനാന്ന് ചോദിക്കുമ്പോൾ കയറി ഡാറ്റ നോക്കാനാണല്ലോ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും കയറി കഴിയുമ്പോൾ ആക്റ്റീവ് ആണോ എന്ന് ആൾക്കാർ നോക്കും, ഫോളോവേഴ്സിന്റെ നമ്പർ നോക്കും, അതിന്റെ സർവീസ് ഫോളോവേഴ്സ് വെച്ച് ജഡ്ജ് ചെയ്യും. ഫോളോവേഴ്സ് എത്രയാണ് ഇവന് ഒരു 700 പേരോ ഉള്ളെങ്കിൽ അതും എനിക്ക് ഒരു K എന്ന് കാണുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു ഇതാവും. പിന്നെ എന്താണ് ഒരു ബ്രാൻഡിങ് എങ്ങനെയാണ്. പിന്നെ മെസ്സേജ്, ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചിലപ്പോൾ മെസ്സേജ് അയക്കും ഇൻസ്റ്റാഗ്രാമിൽ കയറി, അത് റിപ്ലൈ തന്നില്ലെങ്കിൽ പ്രശ്നമാവും. അക്കൗണ്ട് ആക്റ്റീവ് അല്ലെങ്കിൽ വിശ്വാസ്യത കുറയും. ഇപ്പോൾ ഇവര് ആക്റ്റീവായിട്ടുള്ള ബിസിനസ് അല്ലെന്ന് പോലും തോന്നും. ലാസ്റ്റ് പോസ്റ്റ് ഒരു 3 മാസം മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ആ സർവീസ് അവൈൽ ചെയ്യും. അതെ അങ്ങനെ ശരി. അപ്പോൾ സോഷ്യൽ മീഡിയ ഇസ് നോട്ട് ഓപ്ഷൻ എനിമോർ. വേണം, മസ്റ്റ് ആണ്, കമ്പൽസറി ആണ്. പിന്നെ എനിക്കൊരു ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഡ്രൈവേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പം യങ്സ്റ്റേഴ്സും ഡ്രൈവിംഗ് പാഷനേറ്റ് ആയിട്ടുള്ളവരൊക്കെയാണ്. പക്ഷെ എന്നാലും യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് അവരെ ഇച്ചിരി മാനേജ് ചെയ്യാനും കറക്റ്റ് സമയത്ത് കസ്റ്റമർ വരുമ്പോൾ അവർ പോവോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇത് ഉപയോഗിച്ചപ്പോൾ അതൊരു ചാലഞ്ച് ആകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതെങ്ങനെ ഉണ്ടോ, ചാലഞ്ച് ഉണ്ടോ? ഇല്ല, നമ്മുടെ വർക്കേഴ്സ് കൂടുതലും ഡ്രൈവിംഗ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറേ പ്രീമിയം വണ്ടി വരും. ഇപ്പം ചില ഡ്രൈവേഴ്സ് ഇടിയാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ കുറച്ചായിട്ട് പ്രീമിയം വരുമ്പോൾ എനിക്ക് തരണേ, എനിക്ക് എങ്ങനെ അസൈൻ ചെയ്ത് തരണേ. കാരണം ഒത്തിരി ഇപ്പം ഫാസ്റ്റിൽ റൂൾസ് നമുക്ക് വന്നിട്ടുണ്ട്, ഓടിക്കാൻ വന്നിട്ടുണ്ട്. നസ്രി നമ്മുടെ കസ്റ്റമറാണ്, സുഷിൻസ നമ്മുടെ കസ്റ്റമറാണ്, ബാസി നമ്മുടെ കസ്റ്റമറാണ്, വിജയ് യേശുദാസ്, ദിവ്യപിള്ള, ഇവരൊക്കെ നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സാണ്. അപ്പം ഇവരുടെയൊക്കെ വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഇവരുടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഇടയ്ക്ക് നമ്മുടെ ഫൗണ്ടിങ് ടീമിലുള്ള ഒരുത്തൻ അവൻ പോയി ഇടയ്ക്ക് വണ്ടി ഓടിക്കാൻ പോകും. അപ്പോൾ അതൊരു പ്രിവിലേജും കൂടിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയാം. അപ്പം ആ ഒരു പ്രിവിലേജും ആയിട്ടും കൂടി അവർ കാണുന്നതിനെ വർക്കായിട്ട് മാത്രമല്ല കാണുന്നത്. ഞാനൊരു ദിവസം ട്രാഫിക് ഉപയോഗിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നോക്കി. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഇല്ല എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കയറിയത്, അതുകൊണ്ട് ഡിഫറെന്റ് വണ്ടി ഓടിച്ചു നോക്കാമല്ലോ. ഭയങ്കര ഒരു പാഷനേറ്റ് ആയിട്ട്. അല്ല, എനിക്കൊന്നും അത്യാവശ്യം മിക്ക എല്ലാ ആണുങ്ങൾക്ക് ഒരു വണ്ടി ക്രേസ് ഉണ്ട്, നല്ല വണ്ടി ഓടിക്കുക. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. അപ്പം അത് എല്ലാവർക്കും ഉണ്ട്, അത്യാവശ്യം ആണുങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കൂടുതലും ഡാഫിയിലുള്ളത്. അപ്പോൾ പിന്നെ വലിയ ചാലഞ്ച് ഇല്ല. അപ്പം നമ്മളും അത്രയും വണ്ടിയോട് ഇഷ്ടമുള്ളവരും വണ്ടി അങ്ങനെ നന്നായിട്ട് ഓടിക്കുന്നവർ നമ്മൾ എടുക്കുന്നുള്ളൂ. യെസ്, ഐ തിങ്ക് ഒരു ഓവറോൾ പിക്ചർ കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു ജേസൺ, താങ്ക് യു ഫോർ ഹാവിംഗ് മീ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.